ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നലെ തന്ന പാർട്ടിന് കുറച്ച് പേരെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പക്ഷെ ചില കമൻറ്റിനെങ്കിലും എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. അതെന്താ അതിന് കാരണം എന്നറിയില്ല. എറർ ഒക്കോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഞാൻ ജസ്റ്റ് റിപ്ലൈ ചെയ്യുമ്പം എനിക്കത് അവിടെ പോസ്റ്റ് ആവണില്ല. അത് യൂട്യൂബ് മുതലാളിനോട് ചോദിക്കണം എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ഈ ഫീൽഡിൽ പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങളാരും വിഷമിക്കരുത്. കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഓരോ കമൻറ്റ് കാണുമ്പോൾ സന്തോഷമാണ്. സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ട്, അതും ഭയങ്കര സന്തോഷമാണ്. മുന്നോട്ട് പോകാൻ അതൊരു ഊർജ്ജമാണ്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ മാലയോഗം ഭാഗം 20 തുടങ്ങാം. തുടങ്ങുന്നത് സന്തോഷത്തോടെയാണെങ്കിലും പാർട്ട് ഒത്തിരി സങ്കടമുള്ള ഒന്നാണ്. ഈ കഥ മുഴുവനായും സങ്കടമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ജീവിതം പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. കുറേ സങ്കടമുണ്ട്, എന്നാൽ ഒത്തിരി സന്തോഷങ്ങൾ വരാനും കിടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിമായുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഉണ്ണിമായുടെ മനസ്സിൻ്റെ വേദന കണ്ണീരായി ഒഴുകി. അവൾ മുഖം പൊത്തി കരഞ്ഞ് ചെറുമൺ തിണ്ണയിലിരുന്നു. പെട്ടെന്നാണ് ഉമ്മറമുറ്റത്ത് അഴിച്ചു വെച്ച ഭാമിനിയുടെ ചെരുപ്പുകൾ ഉണ്ണിമായയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതോടെ ഭാമിനി മുറിക്കകത്തുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. മനസ്സിലെന്തോ ആദി കയറിയതും അവൾ വിറക്കുന്ന ദേഹത്തോടെ അകത്തേക്കോടി കതകിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും ഭാമിനി കതകടച്ച് കിടന്നിട്ടില്ലെന്നും ഉച്ചമയക്കം എന്നൊരു പതിവും അവർക്കില്ലെന്നും ഉണ്ണിമായ ഓർത്തു. ഏറെ നേരം വിളിച്ചിട്ടും അകത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലെന്നറിഞ്ഞതും സർവശക്തിയുമെടുത്ത് അവൾ കതകിൻ്റെ താഴെ ആഞ്ഞു ചവിട്ടി. അകത്തു നിന്നുള്ള ബഹളം കേട്ട് അപ്പു അവിടേക്ക് ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ണിമായ കതകിൽ ബലമായി ചവിട്ടുന്നതായിരുന്നു. അമ്മ ഇതിനകത്തുണ്ട്. മിഴിച്ചു നിൽക്കുന്നവനെ നോക്കാതെ അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. അവളുടെ ഓരോ ശക്തിയായുള്ള ഇടിയിലും അടർന്നു തുടങ്ങിയ വാതിൽക്കുറ്റി താഴെ വീണതോടെ വലിയൊരു ശബ്ദത്തോടെ വാതിലുകൾ തുറക്കപ്പെട്ടു. വാതിലുകൾ തുറക്കപ്പെട്ടതും ഉണ്ണിമായുടെ മിഴികൾ പാഞ്ഞത് അകത്ത് കിടക്കുന്ന ഭാമിനിയിലേക്കായിരുന്നു. മുറിയിൽ അന്ധകാരം പൂർണ്ണമായും വ്യാപിച്ചിരുന്നു. ഭയന്ന് വിറച്ചു മുറിയിലേക്ക് കയറുന്നവളുടെ പിറകിലായി അപ്പൊരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വന്നു. ആ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം മാത്രം അവിടെയുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പ്രകാശം പതിച്ചത് തറയിൽ വീണ് കിടക്കുന്ന ഭാമിനിയുടെ ശരീരത്തിലായിരുന്നു. മുഖം താഴ്ത്തി കമിഴ്ന്ന് കിടക്കുന്ന അവരുടെ അരികിലേക്ക് എത്തിയതും ഉണ്ണിമായ താഴെ പതിഞ്ഞിരുന്നു. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചവൾ ഭാമിനിയുടെ ഇരുകവിളുകളും പിടിച്ചു മുഖം എടുത്തു പൊക്കാൻ നോക്കി. പക്ഷേ വാടിത്തളർന്നവൾ ഉണ്ണിമായുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. വായിൽ നിന്നും ഒലിച്ചിറങ്ങിയ നുര തറയിൽ പടർന്നിരിക്കുന്നു. അതോടെ ഉണ്ണിമായുടെ ദേഹം തളർന്നു. ഭാമിനിയെ എടുത്തുയർത്താനുള്ള ശ്രമം അവസാനിച്ചു. അമ്മയ്ക്ക് എന്തോ അത്യാപത്ത് പറ്റിയിട്ടുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വാവിട്ട് കരയാൻ പോലും കഴിയാതെ അവൾ ഇരുന്ന ഇരിപ്പിൽ പിടഞ്ഞു. ചേച്ചി, അമ്മ. ഭീതിയോടെ അവൾക്കരികിലേക്ക് വന്ന അപ്പുവിനെ അവൾ നെഞ്ചോട് ചേർത്തു. ഭാമിനിയിൽ നിന്നും മൂളലും മുരളലും കേട്ടതോടെ വിടർന്ന മിഴികളോടെ അവൾ ഭാമിനിയുടെ അരികിലേക്ക് മുട്ടുകുത്തി വന്നു. അമ്മേ, കണ്ണു തുറക്ക്, ഉണ്ണിമായ ഭയം കലർന്ന സ്വരത്തോടെ വിളിച്ചു കുലുക്കി. അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഉറക്കെ നിലവിളിച്ചു. ഉണ്ണിമായുടെ നിലവിളി കേട്ടവർ അവിടേക്ക് ഓടിയെത്തി. എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്നവൾ കൂപ്പുകയ്യാൽ പറഞ്ഞു. അവർക്ക് മുമ്പേ ഓടി അകത്തെ മുറിയിലെത്തി. വേഗം ഒരു ഓട്ടോ വിളിച്ചു വരൂ. ഭാമിനിയുടെ കിടപ്പ് കണ്ട് പകച്ചു നിന്നവർ മുറ്റത്തുള്ളവരോട് വിളിച്ചുകൂവി. തറയിൽ കമിഴ്ന്നു കിടന്നിരുന്ന ഭാമിനിയെ 2 പേർ തലയും 2 പേർ കാലും പിടിച്ച് അകത്ത് നിന്ന് ഓട്ടോയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഉണ്ണിമായ ധാവണിത്തുമ്പാൽ മുഖം പൊത്തി കരഞ്ഞു. വിതുമ്പലോടെ
അപ്പുവും അവളുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. വിവരം അറിഞ്ഞു കവിതയും സുചിത്രയും അങ്ങോട്ട് എത്തിയിരുന്നു. ഉണ്ണിമായയുടെ മുറ്റത്ത് തിങ്ങിക്കൂടിയ ആൾക്കൂട്ടം കണ്ട് അവളും ഒന്ന് പകച്ചു പോയിരുന്നു. മോങ്ങാതെ അങ്ങോട്ട് കേറു കൊച്ചേ. അയലത്തെ വീട്ടിലൊരു സ്ത്രീ ഉണ്ണിമായയെ പിടിച്ചുന്തിയതും അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കവിത അവളുടെ അരികിലെത്തി. അമ്മ, ഞാനും ഇവളുടെ കൂടെ പോവാണ്, അപ്പുവിനെ നോക്കിക്കോണേ എന്നും പറഞ്ഞ് കരഞ്ഞു തളർന്ന ഉണ്ണിമായയെ തോളോട് ചേർത്ത് നിർത്തി ഓട്ടോയിൽ കയറിപ്പോയി. ഇങ്ങനെ ഓരോത്തിങ്ങളുണ്ടായാലേ ഉണ്ടാക്കിയ തള്ളക്കും തന്തക്കും അധിക ആയുസ് കാണില്ല. അനവസരത്തിലുള്ള രമണിയുടെ അമ്മയുടെ പറച്ചിൽ കേട്ട് സുചിത്ര അവരെ ഇരുത്തിയൊന്ന് നോക്കി. ഭാമിനിക്കൊന്നും സംഭവിക്കല്ലേ എന്നവർ മനമുരുകി പ്രാർത്ഥിച്ചു. നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ആഴം നമ്മൾ അറിയുന്നത് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ആശുപത്രിയുടെ മുൻവശത്ത് വന്ന് ഓട്ടോ നിർത്തിയതും കവിത ചാടിയിറങ്ങി. ഉണ്ണിമായുടെ തോളിലേക്ക് ചായ്ച്ചു കിടത്തിയ ഭാമിനിയെ ഒന്ന് നോക്കി അവൾ മുന്നോട്ട് ഓടി. യാത്രയിൽ ഭാമിനി 2 തവണ ഛർദ്ദിച്ചു. ഉണ്ണിമായുടെ നെഞ്ചിലും മടിയിലും ഛർദ്ദിലായിരുന്നു. അമ്മേ, അവൾ കവിളിലൂടെ ഒന്നു തലോടിയതും പ്രയാസപ്പെട്ടു ഭാമിനി കണ്ണു തുറന്നു. മാപ്പ്, ഈ പാപിയായ മോൾക്ക് മാപ്പ് തരില്ലേ? ഭാമിനിയുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ചു ഉണ്ണിമായ ഉറക്കെ കരഞ്ഞു. അവളുടെ ചുടുകണ്ണീർ ഭാമിനിയുടെ നെറ്റിയിലൂടെ ഒഴുകി ചെന്നിയിലെത്തി. ഭാമിനി അവളുടെ നെറുകയിൽ തലോടി. ആശുപത്രിയിലെ 2 ജീവനക്കാർ കൊണ്ടുവന്ന സ്ട്രെച്ചറിലേക്ക് ഭാമിനിയെ കിടത്തി. നിമിഷ നേരം കൊണ്ടവർ ആ സ്ട്രെച്ചർ ഉരുട്ടിപ്പോയി. അവരുടെ വേഗതയ്ക്കൊപ്പം ഉണ്ണിമായും കവിതയും പിറകെ ഉണ്ട്. പോയിസൺ കഴിച്ചതാ, ഐസിയുവിന് മുൻവശം നിൽക്കുന്ന നഴ്സിനോടായി സ്ട്രെച്ചർ ഉന്തുന്നവർ പറഞ്ഞു. അതോടെ ആ നഴ്സും അവർക്കൊപ്പം പോയി കഴിഞ്ഞതോടെ ഐസിയുവിൻ്റെ കതകുകൾ അടക്കപ്പെട്ടു. കരഞ്ഞു തളർന്ന ഉണ്ണിമായെ കവിത ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. കോറിഡോറിൻ്റെ അരികിലുള്ള ബെഞ്ചിലേക്ക് ഇരുവരും ഇരുന്നു. ഞാൻ കാരണമായല്ല എൻ്റെ അമ്മ, എന്തൊരു വിധിയാണിത്. കവിത സ്വയം വിലപിച്ച് കരയുന്നവളെ നിസ്സഹായതയോടെ നോക്കി. 3 മണിക്കൂറോളം അവരായിരിപ്പിരുന്നു. 3 മണിക്കൂറുകൾ 3 യുഗങ്ങളായി തോന്നി അവർക്ക്. അതിനിടയിൽ ആരൊക്കെയോ വന്ന് എന്തെല്ലാമോ ചോദിക്കുന്നുണ്ട്. മറുപടി പറയുന്ന കവിതയോ അത് ശ്രവിച്ചിരിക്കുന്ന ഉണ്ണിമായയോ ആ ലോകത്തുണ്ടായിരുന്നില്ല. ഭാമിനിയുടെ വിവരങ്ങൾ എഴുതി കൊടുക്കാൻ നഴ്സ് കുറച്ച് പേപ്പറുകളുമായിട്ട് വന്നു. കവിതയാണ് പേന വാങ്ങി അതെല്ലാം എഴുതി കൊടുത്തത്. യാന്ത്രികമെന്നോളം അവൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. മനസ്സാകെ പതറി വേറൊരു ലോകത്തകപ്പെട്ടതുപോലെ തോന്നി അവർക്ക്. ഐസിയുവിൻ്റെ വാതിൽ തുറക്കപ്പെട്ടതും ഇരുവരും ചാടി എഴുന്നേറ്റു. വെള്ളത്തുണി കൊണ്ട് മൂടിക്കിടത്തിയ ഒരു ശരീരത്തെ സ്ട്രക്ചറിൽ കിടത്തി 3 ജീവനക്കാർ തള്ളിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഉള്ളൊന്ന് പിടച്ചു. അതൊരിക്കലും തൻ്റെ അമ്മയാകരുതേ എന്നവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അവർക്ക് മുമ്പിൽ സ്ട്രക്ചർ നിർത്തിക്കൊടുത്തു. ആ ജീവനക്കാരങ്ങനെ നിന്നു. സോറി, ഞങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്തു. ബട്ട് വെയിറ്റ്, ഇവിടെ എത്തുന്നതിന് 3-4 മണിക്കൂർ മുമ്പേ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. കുറച്ച് മുമ്പെങ്കിലും ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മയെ കൊണ്ടുപോയവർ തന്നെയാണ് ഇവരെന്ന് ഓർത്തെടുക്കും മുമ്പേ ഡോക്ടറുടെ ശബ്ദം കേട്ട് ഉണ്ണിമായ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ ചുമലിൽ തട്ടി പാതി പറഞ്ഞു പോകുന്ന ഡോക്ടറെ ഒന്ന് നോക്കിയതും അവളുടെ കാഴ്ച മങ്ങിപ്പോയിരുന്നു. മുൻവശത്ത് നിൽക്കുന്നവർ മുഖത്ത് നിന്ന് വെള്ളത്തുണി മാറ്റിക്കൊടുത്തു. കവിത അവളെ ചേർത്ത് വാരിപ്പുണർന്നു നിന്നു. ഉണ്ണിമായിൽ നിന്നും അനിയന്ത്രിതമായി വലിയൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചു തന്നെ. വിറയലോടെ കവിത അവളിലെ മുറുക്കം വിട്ടില്ല.
പിറ്റേന്ന് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഭാമിനിയുടെ മൃതദേഹം ആംബുലൻസിൽ വീട്ടിൽ എത്തിച്ചു. ആരൊക്കെയോ ചേർന്ന് മുറ്റത്തൊരു പായ വലിച്ചു കെട്ടി കുറച്ച് കസേരകളും നിരത്തിയിട്ടിട്ടുണ്ട്. ആംബുലൻസിന്റെ പിറകിലെ ഡോർ തുറന്ന് അതിൽ നിന്നിറങ്ങിയ ജീവനക്കാർ മൃതദേഹം കിടത്തിയ സ്ട്രക്ചർ വലിച്ചു പതിയെ ഇറക്കിക്കൊണ്ട് മുന്നോട്ടു പോയി. മുറ്റത്ത് തിങ്ങിക്കൂടി നിന്നവരെ ആരൊക്കെയോ വകച്ചു മാറ്റി സ്ട്രക്ചർ കൊണ്ടുപോകാൻ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആളുകളുടെ നോട്ടം ഏറെ നേരം വെള്ളത്തുണി കൊണ്ട് മൂടിക്കിടക്കുന്ന മൃതദേഹത്തിലേക്കായിരുന്നെങ്കിൽ പിന്നീട് നോട്ടം അവൾക്ക് പിറകിൽ വരുന്ന കവിതയുടെയും ഉണ്ണിമായുടെയും നേർക്കായിരുന്നു. ഉമ്മറത്ത് നിവർത്തിവെച്ച വായയിലേക്ക് മൃതദേഹം വെച്ചു ജീവനക്കാർ പോയി. കൊത്തിപ്പറിക്കാൻ തയ്യാറെടുത്തു കഴുകക്കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവർക്ക് വിട്ടുകൊടുക്കാതെ ഉണ്ണിമായെ ചേർത്ത് നിർത്തി കവിത ഉമ്മറത്തേക്ക് കയറി. ഭാമിനിയുടെ ജീവനറ്റ ശരീരത്തിനരികിൽ വാടിത്തളർന്ന ഉണ്ണിമായ ഇരുന്നു. അകത്തുപോയി അവൾക്ക് കുടിക്കാൻ വെള്ളവുമായി വന്നു കവിത ഉണ്ണിമായ്ക്ക് കൊടുത്തു. അവൾ കുടിക്കാൻ വിസമ്മതിച്ചെങ്കിലും നിർബന്ധിച്ച് 2 മുറുക്ക് ഉണ്ണിമായെ കൊണ്ട് കുടിപ്പിച്ചേ കവിത തിരികെ ഗ്ലാസ് കൊണ്ടുവച്ചുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിശ്ചലനായി അപ്പു നിന്നു. ഉണ്ണിമായുടെ മുമ്പിൽ മെല്ലെ വന്നു നിന്ന കാലുകൾ കാണുകെ അവളുടെ മുഖം ഉയർത്തി നോക്കി. വിറച്ചു ഭാമിനിയുടെ മുഖത്തേക്ക് നോക്കുന്ന അപ്പുവിനെ അവളൊരു നിലവിളിയോടെ വാരിപ്പുണർന്നു. കുറച്ചപ്പുറം മാറിയിരുന്നു കാർത്തു തേങ്ങി കരയുന്നുണ്ടായിരുന്നു. കാർത്തുവിന് മകളെക്കാൾ സ്നേഹം മരുമകളോടായിരുന്നു. ഇന്നേ വരെ അവർക്കിടയിൽ സ്നേഹത്തിലും കരുതലിലും നിന്നുയരുന്ന ശകാരങ്ങൾ അല്ലാതെ മറുത്തൊരു വാക്ക് തർക്കം പോലും ഉണ്ടായിട്ടില്ല. തെളിഞ്ഞ ദീപനാളത്തിനരികിൽ കണ്ണുകൾ ചിമ്മി ഉറങ്ങുന്നവളെപ്പോലെ കിടക്കുന്നത് കാണെ കാർത്തുവിൻ്റെ ദുഃഖം ഇരട്ടിച്ചു. ഉണ്ണിത്താൻ്റെ വിയോഗാനന്തരം തളരാതെ ആ കുടുംബത്തെ ചുമലിലേറ്റിയവൾ, മകൻ്റെ നഷ്ടം അമ്മയെപ്പോലും അറിയിക്കാതെ പോറ്റിയവൾ, അവളാണ് ജീവിതത്തെ ഭയന്ന് മരണത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. വേഷ്ടി കൊണ്ട് കണ്ണും മൂക്കും തുടച്ചു കാർത്തു തേങ്ങലോടെ ഭിത്തിയിലേക്ക് ചാരിക്കിടന്നു. കുറച്ചു സമയം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. കുളിച്ച് ഈറനോടെ വന്ന അപ്പു ഭാമിനിയുടെ ചിതയ്ക്ക് തീ കൊളുത്തി. വിറക്കുന്ന ചുണ്ടുകൾ കൂട്ടിക്കടിച്ചു. വിറകിനെ ആർത്തിയോടെ വീങ്ങുന്ന തീഗോളങ്ങളെ നോക്കി കൂപ്പുകയ്യാൽ അവൻ കരഞ്ഞു. അമ്മയുടെ മരണത്തിന് കാരണമായവൾ ചിതയ്ക്ക് തീ കൊടുക്കുന്നിടത്ത് നിന്നാൽ ഭാമിനിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് ആ കൂട്ടത്തിലെ കാരണവന്മാർ അഭിപ്രായപ്പെട്ടതോടെ ഒരു തർക്കത്തിനും വക കൊടുക്കാതെ ഉണ്ണിമായ മുറിയിൽ തന്നെ ഇരുന്നു. തനിക്ക് ഇനിയും ശിക്ഷകൾ കിട്ടട്ടെ എന്നവൾ ആഗ്രഹിച്ചു. വിഷ്ണുവിനെയും കൂട്ടി മുന്നോട്ടു നടക്കുന്നതിനിടയിൽ ഭരതൻ്റെ നെഞ്ചിടിപ്പ് ഏറിത്തുടങ്ങിയിരുന്നു. ഭാമിനിയുടെ മരണവിവരം കവല കടന്നതും അവരറിഞ്ഞു. ഉണ്ണിമായെ ചതിച്ചവനെ അവളുടെ കാൽ കീഴിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയാവാൻ അവളുടെ അമ്മയുണ്ടാകില്ലല്ലോ എന്നോർക്കെ ഭരതന് നിരാശ തോന്നി. രൂക്ഷമായി വിഷ്ണുവിനെയും ജോസൂട്ടിയെയും നോക്കിയപ്പോൾ അവർ ചൂളിപ്പോയ മുഖവുമായി തലകുനിച്ചു. ഒഴിഞ്ഞ കസേരകൾക്കിടയിൽ നിന്ന് കുറച്ചാളുകൾ എന്തൊക്കെയോ സംസാരിച്ചു നിൽക്കുന്നത് നോക്കിക്കൊണ്ടാണ് മൂവരും അങ്ങോട്ട് കടന്നു വന്നത്. കത്തിയെരിഞ്ഞ ചിതയിൽ നിന്നുയരുന്ന പുക ആകാശത്ത് പടർന്നുകൂടി. ആ വീട്ടിലേക്ക് അടുക്കും തോറും ഭീതിയേറി വിഷ്ണുവിന് ദേഹം തളരുന്നത് പോലെ തോന്നി. ഇവിടെ നിന്നിനിയൊരു രക്ഷയില്ലെന്നും താൽക്കാലിക രക്ഷയ്ക്ക് ഉണ്ണിമായെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാമെന്നും വിഷ്ണു മനസ്സിൽ പദ്ധതിയിട്ടു. ചെറിയമ്പ്യാര് ഇതെവിടെ പോയിരുന്നു? അറിഞ്ഞില്ലേ? വിവരങ്ങൾ ഒക്കെ ആ പിഴച്ചവൾ കാരണം. കൂട്ടത്തിൽ നിന്നും വന്നൊരു മധ്യവയസ്കൻ പറഞ്ഞു തുടങ്ങിയതും
പൂർത്തിയാക്കാൻ വിസമ്മതിച്ചു. ഭരതൻ അവൻ്റെ വലതു ചൂണ്ടുവിരൽ അവൻ്റെ അധരങ്ങളിൽ ചേർത്തു വെച്ചു. എന്നിട്ട് അയാളെ തുറുപ്പിച്ചൊന്ന് നോക്കിയ ശേഷം വിഷ്ണുവിനെ നോക്കി അകത്തേക്ക് കയറിപ്പോയി. പറഞ്ഞത് അബദ്ധമായി എന്ന മട്ടിൽ അയാൾ ചാള്യതയോടെ തല ചൊറിഞ്ഞു. അകത്തെ മുറിയിൽ കവിതയുടെ മടിയിൽ അപ്പുവിനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന ഉണ്ണിമായയെ കണ്ടു. ഭരതനെ കണ്ടതും കവിത പതിയെ അവളെ വിളിച്ചു. അവളുടെ മുഖത്ത് പരന്നുകൂടിയ മുടിയിഴകൾ കവിത വകഞ്ഞു മാറ്റി. വേണ്ട. ഭരതൻ്റെ ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് ഉണ്ണിമായ മിഴികൾ തുറന്നത്. കരച്ചിലിൻ്റെ ഏങ്ങലടികൾക്കിടയിൽ കവിതയുടെ വിളിയൊന്നും അവൾ കേട്ടിരുന്നില്ല. കരഞ്ഞുറങ്ങിപ്പോയ അപ്പുവിനെ തലോടി ഭരതൻ കാൽമുട്ട് മടക്കിയിരുന്നു. ഉണ്ണിമായ, ഞാൻ ഒരുപാട് വൈകിപ്പോയല്ലോ. ഭരതൻ്റെ വാക്കുകൾ ഗദ്ഗതം കൊണ്ട് മൂടി. കവിതയ്ക്ക് ഭരതൻ പറയുന്നത് മനസ്സിലാവാതെ അവൾ ഉണ്ണിമായുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. എന്നാൽ ഭരതൻ്റെ പിറകിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്നവനെ കണ്ടതും കവിതയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ ആത്മരോഷം അവളെ ഒരു ഭ്രാന്തിയെപ്പോലെ ചിന്തിപ്പിച്ചു. അവനെ കൊല്ലാനുള്ള അമർഷത്തിൽ ഉണ്ണിമായയെ തലമാറ്റി കിടത്തി കവിത എഴുന്നേറ്റു. അവളുടെ ആ പ്രവൃത്തിയിൽ തെല്ലൊരു ശങ്ക തോന്നി ഉണ്ണിമായ മിഴികൾ ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ വിഷ്ണുവിൻ്റെ നോട്ടം അവളിൽ പതിഞ്ഞു. പിച്ചാത്തിയുമായി അവൾക്ക് മുൻപിൽ വന്നപ്പോൾ അവൻ്റെ മിഴികളിൽ കണ്ട കാലൻ്റെ തീക്ഷ്ണതയില്ല, മറിച്ച് അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധത്തിൻ്റെ നിഴലാട്ടം കാണാമായിരുന്നു. രാധികയ്ക്ക് പിറകിലായി നിമിഷയും ബസ്സിൽ നിന്നും ചാടിയിറങ്ങി. ചേട്ടാ, വഴിയൊന്നും തെറ്റിയിട്ടില്ലല്ലോ? രാധിക അപേക്ഷയോടെ കണ്ടക്ടറെ നോക്കി. എൻ്റെ കൊച്ചുങ്ങളെ, കുന്നിമണി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇതാ. ഇനി നിങ്ങൾ ആ പെൺകുട്ടിയുടെ വീട് തപ്പാൻ നോക്ക്. ഇതും പറഞ്ഞ് അയാൾ നൂല് വലിച്ചു ബെല്ലടിച്ചതും ബസ് അവരെ കടന്നുപോയി. ഇരുവരും ആ കവല മുഴുവനും ഒന്ന് കണ്ണോടിച്ചു. എന്തൊരു ഭംഗിയാടോ ഈ നാടിന്! ഗ്രാമീണ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഇടവഴിയിലൂടെയും പാടവരമ്പും താണ്ടി ഇരുവരും നടന്നു. സൈക്കിൾ ഓടിച്ചു പോകുന്ന പെൺകുട്ടികൾ കുന്നിമണി ഗ്രാമത്തിലെ സദാ കാഴ്ചയാണ്. അതിലൊരു പെൺകുട്ടിയോട് ഉണ്ണിമായുടെ വീട് തിരക്കിയപ്പോഴാണ് ഉണ്ണിമായയുടെ അമ്മ ആത്മഹത്യ ചെയ്ത കാര്യം അവർ അറിഞ്ഞത്. ആ പെൺകുട്ടികൾ പറഞ്ഞു കൊടുത്ത വഴിയെ രാധികയും നിമിഷയും നടത്തം തുടർന്നു. വിഷ്ണുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയ കവിതയുടെ കൈകളെ അടർത്തി മാറ്റാൻ ഭരതൻ നന്നേ പാടുപെട്ടു. അവളുടെ ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ചു നിന്നു ഭരതൻ. തീർന്നിട്ടില്ലാത്ത രോഷത്തെ മറികടക്കാൻ വെമ്പി അവൾ വീണ്ടും കുതറി ഓടാൻ തുടങ്ങിയതും ഭരതൻ അവളെ പിടിച്ചൊതുക്കി. നിനക്ക് ഭ്രാന്താണോ കവിത? ഇവനാണ് എല്ലാത്തിനും കാരണം. അവൻ എൻ്റെ ഉണ്ണിമായെ ചതിച്ചു. അവളെ കൊല്ലാൻ നോക്കി. ഇവൻ കാരണമാണ് അവളുടെ അമ്മ പോയത്. കവിത നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ഭരതനെ നേരിൽ കാണുമ്പോൾ മുട്ടുവിറച്ചിരുന്നവളാണ് ഇന്ന് അവനെ ബലമായി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ശൗര്യം നിറഞ്ഞ മിഴികളോടെ മറ്റൊരുവനെ വെല്ലുവിളിക്കുന്നത്. എനിക്കവനെ കൊല്ലണം ചെറിയമ്പിയാരെ. കവിതയുടെ വാക്കുകൾ ദയനീയമായി കരച്ചിലിൻ്റെ വക്കോളമെത്തി. കൊന്നിട്ട് നീ എന്ത് ചെയ്യും കവിത? നിന്റെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് നിന്റെ വീടിൻ്റെ അത്താണി ഇല്ലാതാക്കിയിട്ട് നീ എന്തു ചെയ്യും കവിത? ഭരതൻ കവിതയുടെ മിഴികളിൽ തന്നെ ഉറ്റുനോക്കി തിരക്കി. തുടരും. ഒറ്റ ശ്വാസത്തിൽ വായിച്ചതാണേ. തെറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നറിയാം. എന്നോട് ക്ഷമിക്കുക. സ്പീഡ് മാക്സിമം ആക്കുന്നുണ്ട്. സ്പീഡിൽ വായിക്കുമ്പോഴാണ് അധികം തെറ്റ് പറ്റുന്നത്. ഞാനിങ്ങനെ അറിയുന്ന പോലെയൊക്കെ എഴുതും എന്നല്ലാണ്ട് ഇങ്ങനെ ഉറക്കെ വായിച്ച ശീലം വളരെ കുറവാണ്. പഠിക്കുമ്പോഴാകുമ്പോഴും ഇപ്പോഴാകുമ്പോഴും മെല്ലെ വായിച്ച ശീലം. അപ്പോൾ ഉറക്കെ വായിക്കുമ്പോഴുള്ള ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാം നിങ്ങൾ ക്ഷമിക്കണം. എന്നിട്ട് എൻ്റെ കഥ ആസ്വദിക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറയണം. ഞാനെല്ലാം കേൾക്കും. ഓക്കെ, നന്ദി.